പാലക്കാട് ഭൂരേഖ തഹസിൽദാർ കൈക്കൂലി വാങ്ങുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ഷോപ്പിംഗ് മാളിന്റെ നിയമപ്രശ്നം പരിഹരിക്കാൻ ഉടമയിൽ നിന്ന് മദ്യവും പെർഫ്യൂമും വാങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസിൽദാർ പി സുധാകരനെ ഇന്നലെയാണ് പിടികൂടിയത്. ഇക്ബാൽ അറക്കൽ ചേരുന്ന വിവരങ്ങളുമായി. ഇക്ബാൽ, ഇത്തരത്തിൽ ഈ മോളിന്റെ നിയമപ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സമ്മാനങ്ങൾ വാങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വിനീത, ഇന്നലെയാണ് പാലക്കാട് ഭൂരേഖ തഹസിൽദാറായിട്ടുള്ള വി സുധാകരനെ വിജിലൻസ് സംഘം പിടികൂടിയത്. പാലക്കാട് കഞ്ചിക്കോട്ടെ സ്വകാര്യ മാളിന്റെ കൈവശാവകാശ രേഖ തയ്യാറാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 1.5 വർഷമായി ഈ മാൾ ഉടമയെ സുധാകരൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു സുധാകരൻ ഈ മാൾ ഉടമയെ കബളിപ്പിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ ഹൈക്കോടതിയും ഈ മാളിന്റെ ഈ രേഖകൾ വിട്ടു നൽകണമെന്ന് പാലക്കാട് താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടും ഈ 1.5 വർഷമായി പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു സുധാകരന്റെ നേതൃത്വത്തിൽ ഈ മാൾ ഉടമയെ കബളിപ്പിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം താൻ പറയുന്ന സാധനങ്ങൾ നൽകിയാൽ, അല്ലെങ്കിൽ താൻ പറയുന്ന തുക നൽകിയാൽ മാത്രം ഈ കൈവശാവകാശ രേഖ നൽകാമെന്നായിരുന്നു സുധാകരൻ മാൾ ഉടമയോട് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധപൂർവ്വം ഈ മാൾ ഉടമയിൽ നിന്നും വില കൂടിയ മദ്യവും അതുപോലെ തന്നെ വില കൂടിയ പെർഫ്യൂമുകളും ചോക്ലേറ്റുകളും സുധാകരൻ വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷവും ഈ കൈവശാവകാശ രേഖ നൽകാൻ സുധാകരൻ തയ്യാറായില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് മാൾ ഉടമയിൽ നിന്ന് പിന്നീടും സുധാകരൻ ആവശ്യപ്പെട്ടത്. ഇതോടുകൂടിയാണ് ഈ പരാതിക്കാരൻ പാലക്കാട്ടെ വിജിലൻസ് ഡിവൈഎസ്പിയെ സമീപിച്ചത്. ഇന്നലെ വൈകിട്ടോടുകൂടി വിജിലൻസ് നൽകിയ ഫിനോഫ്തലിൻ പുരട്ടിയ പണം കൈമാറുന്നതിനിടയിലാണ് ഈ ഭൂരേഖ തഹസിൽദാറായ വി സുധാകരനെ വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഏതായാലും ഇതിനു മുമ്പും പലതവണ ഇത്തരത്തിൽ കൈക്കൂലി ഇയാൾ പല രീതിയിൽ വാങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ അക്കാര്യങ്ങളുടെ എല്ലാം തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കഞ്ചിക്കോട്ടെ സ്വകാര്യ മാളിന്റെ ഈ കൈവശാവകാശ രേഖ നൽകുന്നതിന് വേണ്ടിയാണ് ഇയാൾ ഇത്തരത്തിൽ വില കൂടിയ മദ്യവും അതുപോലെ തന്നെ വില കൂടിയ പെർഫ്യൂമുകളും ചോക്ലേറ്റുകളും ഈ കൈക്കൂലിയായി ഈ മാൾ ഉടമയിൽ നിന്ന് വാങ്ങിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ ഭൂരേഖ തഹസിൽദാർക്ക് മാത്രമല്ല DLOക്ക് ഉൾപ്പെടെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി കൈക്കൂലി നൽകിയിരുന്നു എന്നാണ് മാൾ ഉടമ ഇന്നലെ തന്നെ നമ്മളോട് പ്രതികരിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതികളെല്ലാം വിജിലൻസിൽ നൽകിയിട്ടുണ്ടെന്നും തുടർ നടപടികൾ താൻ സ്വീകരിക്കുമെന്നും മാൾ ഉടമ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നലെ വൈകിട്ടോടുകൂടി വിജിലൻസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുള്ള സുധാകരനെ ഉടൻ തന്നെ തൃശ്ശൂരിലുള്ള വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ലഭിച്ചിട്ടുള്ള സൂചനകൾ. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ സുധാകരന്റെ നെന്മാറ വടവന്നൂരിലെ വീട്ടിലും വിജിലൻസ് സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതായാലും സുധാകരൻ കൂടുതൽ ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്നുൾപ്പെടെ പരിശോധിക്കുമെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഏതായാലും ഇന്നലെ പണം വാങ്ങുന്നതിന് മുമ്പ് പല രീതിയിൽ ഈ കൈവശാവകാശ രേഖ തയ്യാറാക്കി നൽകുന്നതിന് സുധാകരൻ ഈ മാളുടമയിൽ നിന്ന് പല രീതിയിൽ കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ നിർബന്ധപൂർവ്വം ഈ മാൾ ഉടമയിൽ നിന്ന് വില കൂടിയ മദ്യവും അതുപോലെ തന്നെ വില കൂടിയ ചോക്ലേറ്റുകളും പെർഫ്യൂമുകളും സുധാകരൻ വാങ്ങിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാൾ ഉടമ വിജിലൻസ് സംഘത്തിന് കൈമാറിയിരിക്കുന്നത്. ശരി, ഇക്ബാൽ അറക്കലാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്.